ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ ബുധനാഴ്ച നവംബർ 27 റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ഈ വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ എൻ്റെ എന്നും ഇങ്ങനെ ഇരിക്കും കേട്ടോ. കാരണം ഈ വോയിസ് ഓവർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഇന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് വോയിസ് ഓവർ കൊടുത്ത് അവസാനിപ്പിച്ചൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്തേക്കണതാണ് കേട്ടോ. പിന്നെ ബുധനാഴ്ച നമുക്ക് പതിവ് പോലെ ക്രിസ്റ്റോമോന് സ്കൂളുള്ള ദിവസം തന്നെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പള്ളിയിലൊന്നും പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 4:45 എണീറ്റ് ക്രിസ്റ്റോനെ സ്കൂളിലേക്ക് വിടാൻ വേണ്ട ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി മോനെയും വിളിച്ചേൽപ്പിച്ച് അവൻ സ്കൂളിൽ പോകാൻ റെഡി ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പള്ളിയിൽ പോകണേ. പള്ളിയിൽ കുർബാന 6 മണിക്കാണ് തുടങ്ങുക. മോൻ്റെ ബസ് 6:05 വരെ. അപ്പോൾ മോൻ റെഡി ആവാതെ നമ്മൾ പള്ളിയിൽ പോയാൽ നമുക്ക് കുർബാന അറ്റൻഡ് ചെയ്യാനായിട്ട് സമാധാനം ഉണ്ടാവില്ല. ഇവൻ പോയോ ഇല്ലയോ, ബസ് വന്നോ, ബസ് മിസ്സായോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുർബാനയ്ക്ക് പോയി കുർബാനയൊക്കെ അറ്റൻഡ് ചെയ്ത് വന്നതിന് ശേഷം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞാൻ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്പാർ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് എല്ലാ സാധനങ്ങളും പ്രോപ്പറായി എടുത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ കുറച്ച് ബീഫും പ്രോൺസ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഡിസംബർ പറഞ്ഞാൽ നമുക്ക് നോമ്പ് തുടങ്ങല്ലേ, അപ്പോൾ എന്തായാലും നോൺ വെജ് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളത് വെച്ച് അവസാനിപ്പിക്കാമെന്ന് ഓർത്ത് ലഞ്ചിനായിട്ട് കറി വെക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് ചായ വെക്കാൻ നോക്കുകയാണ് എനിക്ക് ചായ കുടിക്കാനായിട്ട്. ചേട്ടൻ രാവിലെ ചായ കുടിക്കാറില്ല, ഞാൻ മാത്രമേ ചായ കുടിക്കാറുള്ളൂ, മോനും കുടിക്കാറില്ല. അങ്ങനെ ഞാൻ ചായ അടപ്പത്ത് വെച്ചിട്ട് പിന്നെ നമ്മുടെ രാവിലെ തന്നെ കുറച്ച് കുന്തിരിക്കം പോയിക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുമല്ലോ. കുറച്ച് കുന്തിരിക്കം പോയിക്കാനായിട്ട് റെഡിയാക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുന്തിരിക്കൊക്കെ കത്തിച്ച് വെച്ച് ചായ കുടിക്കാൻ നോക്കുമായിരുന്നു. ചായയൊക്കെ ഒന്ന് ആറ്റിയെടുത്ത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് വരുമ്പോഴേക്കും ഷൈജേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഷൈജേട്ടന് രാവിലെ തന്നെ ചായ കുടിക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ചൂടുവെള്ളം എടുത്ത് കൊടുത്ത് ഞാനും അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ നോക്കുമായിരുന്നു. ക്രിസ്റ്റോമോന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിട്ടത് നൂലപ്പായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് നട്ട്സും ഓട്സും ഒക്കെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതൊന്ന് ജാറിലിട്ട് ഒരു നേന്ത്രപ്പഴം മുറിച്ചിട്ട് കുറച്ച് പാലും കൂട്ടി അതൊന്ന് നന്നായി അടിച്ചെടുത്തിട്ട് കുറച്ച് നേരം അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു തണുപ്പുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാനായിട്ടൊരു നല്ല ടേസ്റ്റ് തോന്നും. ഞാൻ പരമാവധി ഓരോ പണികളും കഴിയുമ്പോൾ അപ്പം തന്നെ പാത്രങ്ങൾ കഴുകി വെക്കാൻ നോക്കുകയാണ്. അതാണ് ഓരോ പ്രാവശ്യം ഞാൻ അങ്ങനെ പാത്രങ്ങൾ കഴുകുന്ന കാണിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ലാസ്റ്റത്തേക്ക് വെക്കുമ്പോൾ ഇതെല്ലാ പാത്രങ്ങളും കൂടെ നമുക്ക് ഒരുപാട് പണിയുള്ള പോലെ തോന്നും. അത് കാരണം അപ്പം കഴുകുക. പക്ഷേ ഞാൻ തിരക്കുള്ള ദിവസങ്ങളിലും എൻ്റെ സിങ്ക് നിറച്ച് പാത്രങ്ങളായിട്ട് അവിടെ കിടക്കാറുണ്ട് കേട്ടോ. ഞാൻ ഒഴിവുപോലെ പതുക്കെയും കഴുകി വെക്കാറുണ്ട്. അപ്പോഴേക്കും ഷൈജേട്ടൻ ജോലിക്ക് പോകാൻ റെഡിയായി വന്ന് ഷൈജേട്ടന് സ്മൂത്തി കൊടുത്ത് ഷൈജേട്ടൻ അതൊക്കെ കഴിച്ച് ആൾ ജോലിക്ക് പോയിട്ടോ. പിന്നെ ഇന്ന് ബുധനാഴ്ചയായ കാരണം വെള്ളം വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളത്തിന് വേണ്ട ജഗ്ഗൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഈ വെള്ളത്തിലിരിക്കുന്ന മണി പ്ലാന്റ് ആണെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി പോട്ടൊക്കെ നന്നായി ഒന്ന് കഴുകി വേറെ വെള്ളമൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാ മണി പ്ലാന്റ് ഞാൻ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഈ സൺലൈറ്റ് ഉള്ളിടത്തേക്ക് നീക്കി വെക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അകത്തിരിക്കുമ്പോൾ ഇതിൻ്റെ വളർച്ച ഇങ്ങനെ മുരടിച്ച് പോണ പോലെ ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ അവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല ഫ്രഷായിട്ട് ഒരുപാട് വലിയ ഇലകളൊക്കെ ആയിട്ടിരിക്കും. പക്ഷേ വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ വളർന്ന ഇലകളൊക്കെ ചെറുതായിട്ട് വരണ കാണാം. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ സൺലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇങ്ങനെ നീക്കി വെക്കും കേട്ടോ. ഇപ്പോൾ ഈ 2 വലിയ ചെടിച്ചട്ടിയാണ് നീക്കി വെച്ചത്. അതല്ലെങ്കിൽ ഞാൻ ഇതല്ല വേറെ അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ചെടി മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ വെള്ളത്തിലിരിക്കുന്നത് മാറ്റി വയ്ക്കും. പിന്നെ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വന്നു കേട്ടോ.
അതിന് ശേഷം എനിക്ക് കുറച്ച് ഓഫീസ് വർക്കും ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ പറയാറുണ്ടല്ലോ, എനിക്ക് വീട്ടിൽ ഇരുന്നിട്ട് തന്നെയാണ് ഞാൻ നമ്മുടെ ഓഫീസ് വർക്കുകൾ ചെയ്യാറ്. അപ്പോൾ അത് കുറച്ച് നേരം ചെയ്യാണ്ടായിരുന്നു, അത് ചെയ്തു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ലഞ്ചിനുള്ള പണി നോക്കി. അതിൻ്റെ ഇടയിൽ വന്നിട്ട് അരി അടപ്പത്തിട്ടു എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അത് ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ നേരമാകുമ്പോൾ അല്ലെങ്കിൽ കറിയും കാര്യങ്ങളൊക്കെ റെഡി ആവണ നേരം കൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും കൂടെ തിളപ്പിച്ച് ഊറ്റിയെടുക്കാറ്. അപ്പോൾ ഫ്രഷായിട്ട് നല്ല ചൂടോട് കൂടി ഇരിക്കും. അപ്പോൾ അതും വെച്ച് പിന്നെ ജോലികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വന്ന് ബാക്കി ലഞ്ചിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പ്രോൺസാണ് നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കല്ലുപ്പിട്ട് നല്ല വഴുവഴുപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഒന്ന് കല്ലുപ്പിട്ടിട്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ ഈ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഇത് നമ്മുടെ ഈ പ്രോൺസ് നന്നാക്കിയതിൻ്റെ വേസ്റ്റാണ്. അതിന് വൈകിട്ടല്ലേ നമ്മൾ വേസ്റ്റ് കൊണ്ട് കളയുള്ളൂ. അപ്പം ഞാനത് ഫ്രീസറിൽ വെച്ചു, അല്ലെങ്കിൽ അവിടെ വീട് മൊത്തം സ്മെല്ലാവും. അപ്പോൾ ഫ്രീസറിൽ വെച്ച് നമുക്ക് ഇന്ന് മറന്നാലും നാളെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൊണ്ട് കളയാൻ പറ്റും. അത് കാരണം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഈ പ്രോൺസൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ച്, ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്നും പറയുന്നില്ല, നമ്മൾ അത്ര വലിയ എന്താ പറയുക സ്പെഷ്യൽ റെസിപ്പി ഒന്നുമില്ല, നോർമലി നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് നാരങ്ങ നീരും വെളിച്ചെണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ പ്രോൺസ് ഫ്രൈ ചെയ്യാനായിട്ടൊന്ന് മുളക് പുരട്ടി വെച്ചു. അതിന് ശേഷം ഞാൻ ബീഫ് കുറച്ചുണ്ടായിരുന്നു, ആ ബീഫ് ഒന്ന് കായിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടേ അതൊന്ന് നന്നാക്കിയിട്ടാണ് കേട്ടോ നമുക്ക് ലുലുന്ന് കിട്ടാറ്, നുറുക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അതിൽ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും സവോളയൊക്കെ ഇട്ട് കുറച്ച് മസാല വറുത്തിട്ട് അതൊന്ന് ഇളക്കി വെച്ച് ഞാൻ അടുപ്പത്ത് വെച്ചു, അത് വേവിച്ചെടുത്തു. അതിനുശേഷം ഞാൻ 2 നേന്ത്രക്കായ കട്ട് ചെയ്ത് നന്നായി കഴുകിയെടുത്ത് ഒരു കുക്കറിലിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും സവാള ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ വെന്ത് വരുമ്പോഴത്തേനും ഞാൻ ചോറൊന്നും കൂടെ ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് നന്നായി ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ഊറ്റാനായിട്ട് ഇതുപോലെയാണ് കേട്ടോ ഞാനിവിടെ ചെയ്യാറ്, അങ്ങനെ ഊറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പ്രോൺസ് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അതും ഒന്ന് വറുക്കാനായിട്ട് വെച്ചു. അപ്പോഴേക്കും ബീഫും നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്ത ബീഫും പിന്നെ കായ വേവിച്ചതും കൂടെ ഒരു ചട്ടിയിലേക്ക് മാറ്റി അതിൽ കുറച്ചും കൂടെ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഇട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന മസാലയും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ നന്നായി തിളച്ച് അത് റെഡിയായി കഴിഞ്ഞപ്പോൾ അതിൽ നമ്മൾ ഉള്ളിയും വേപ്പിലയും കൂടെ ഒന്ന് കാച്ചി ഒഴിച്ചു. അപ്പോൾ കാച്ചണ സമയത്ത് നമുക്ക് ഇത്തിരി മുളക് പൊടി കുറവോ അല്ലെങ്കിൽ മസാല കുറവോ ഒക്കെ തോന്നുവാണെങ്കിൽ അതിലൊന്ന് ഇട്ടിട്ട് വഴറ്റിയിടുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് മുളകും ഗരം മസാലയുടെ മണമൊക്കെ ഇത്തിരി കുറവായി തോന്നി. അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റി വറുത്ത് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലഞ്ചിന് വേണ്ട ചോറും കറികളൊക്കെ റെഡിയായി. പിന്നെ ഇന്നലെ ഇത്തിരി മാങ്ങ ചമ്മന്തി അരച്ചത് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതൊന്ന് പുറത്തെടുത്ത് വെച്ച് തണുപ്പ് പോകാനായിട്ട്. പിന്നെ ഞാൻ കിച്ചൺ മൊത്തം ഒന്ന് നന്നായി ക്ലീൻ ചെയ്ത് കുക്കിംഗ് റേഞ്ചും കൗണ്ടർ ടോപ്പും അതുപോലെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ നന്നായി കഴുകി വെച്ച് പിന്നെ കിച്ചൺ മുഴുവനൊന്ന് അടിച്ച് തുടച്ച് ക്ലീനാക്കി ഇട്ടു കേട്ടോ. പിന്നെ ലഞ്ചിൻ്റെ ടൈമായപ്പോൾ കുറച്ച് സലാഡും കൂടെ കട്ട് ചെയ്തെടുത്തായിരുന്നു.
നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്താ 2 കുക്കിംഗ് റേഞ്ച് എന്ന്. ഒരു കുക്കിംഗ് റേഞ്ച് വർക്കാവാത്തതാണ് കേട്ടോ. ഞാൻ 18 വർഷം മുമ്പ് ആദ്യമായിട്ട് ഒമാനിൽ വന്നപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കുക്കിംഗ് റേഞ്ച് വാങ്ങിയതാണ്. അത് വർക്കാവില്ല. അപ്പോൾ പിന്നെ ഞാൻ പുതിയത് വാങ്ങിയിട്ട് പഴയത് കളയാൻ പോയില്ല. കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കാനായിട്ടൊരു സ്പേസ് ആയല്ലോ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് കൊണ്ടുവയ്ക്കണ്ടേ. പിന്നെ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ കുറേ കവറുകളൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വേസ്റ്റ് കളയാൻ ഡെയിലി കുറേ കവറുകൾ വേണമല്ലോ. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്ന കവറുകളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാരണമായിട്ട് ഇവിടെ 2 കുക്കിംഗ് റേഞ്ച് ഇരിക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.